കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ തലമുറയിൽ ദൈവഹിതം നിവർത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിച്ചു വരുന്ന ബരാക്ക ഇൻ്റർനാഷണൽ മിനിസ്ട്രീസിൻ്റെ ദി വേർഡ് ഓഫ് ട്രൂത്ത് എന്ന വേദ പഠന പരമ്പരയിലേക്ക് നിങ്ങളെ ഏവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ നാളുകളിൽ ഈ പ്രവർത്തന മുഖാന്തരം അനേകരുടെ ആത്മീയ ജീവിതത്തിന് ഉന്നമനം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങൾ മനസ്സിലാക്കുന്ന ഒരു വസ്തുതയാണ്. അനേകരുടെ പ്രാർത്ഥനാ വിഷയങ്ങളിൽ നിന്ന് പ്രാർത്ഥിപ്പാനും അനേകരുടെ ആത്മീയമായിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു കൊടുക്കുവാനും അത് അവരുടെ ആത്മീയ ജീവിതത്തിന് വളർച്ചയ്ക്ക് നിദാനമായി തീർന്നു എന്നുള്ളതും ഞങ്ങൾ മനസ്സിലാക്കുന്നു. തുടർന്നും ഈ പ്രവർത്തനം ദൈവഹിത പ്രകാരം മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ കർത്താവിൽ ശരണപ്പെടുന്നു. കഴിഞ്ഞ നാളുകൾ ഈ പ്രവർത്തനത്തെ ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്നും നമുക്ക് വേദ പഠനത്തിലേക്ക് ശ്രദ്ധ തിരിക്കാം. പാസ്റ്റർ ജെയ്സ് ജോസഫ് തുടർന്ന് ദൈവവചനം ശുശ്രൂഷിക്കുന്നതാണ്. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ബരാക്ക ഇൻ്റർനാഷണൽ മിനിസ്ട്രീസിൻ്റെ വേർഡ് ഓഫ് ട്രൂത്ത് പ്രോഗ്രാമിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമ്മൾ കർത്താവിൻ്റെ വചനം, കർത്താവ് പഠിപ്പിച്ച ഉപദേശങ്ങൾ മത്തായിയുടെ സുവിശേഷത്തിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗിരിപ്രഭാഷണം പോലെയുള്ള നീതിയുടെ വചനങ്ങൾ കൂടാതെ തന്നെ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള അനേക മർമ്മങ്ങൾ കർത്താവ് ഈ പല ഉപമകളിലൂടെ വെളിപ്പെടുത്തുന്നതാണ് നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കേട്ടത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായത്തിൽ ഒരു വിരുന്നിനെ വിളിക്കുന്ന രാജാവിൻ്റെ ഉപമയാണ്. അവിടെ നമ്മൾ കണ്ടു സ്വന്തം വസ്ത്രം ധരിച്ച്, അതായത് കല്യാണ വസ്ത്രമില്ലാതെ, രാജാവ് കൊടുത്ത വസ്ത്രമില്ലാതെ പന്തിക്കിരിക്കാമെന്ന് വിചാരിച്ച ഒരാളുടെ അവസ്ഥയെക്കുറിച്ച്. ഇന്ന് പല ആളുകളും അവരവരുടെ നീതിയിൽ പ്രശംസിക്കുന്നവരും അത് വെച്ച് ദൈവം പ്രസാദിക്കുമെന്ന് വിചാരിക്കുന്നവരുമാണ്. കർത്താവ് നൽകുന്ന നീതി വസ്ത്രമില്ലാത്ത ഒരാളും അയാൾ എത്ര വലിയ നീതിമാനെന്ന് വിചാരിച്ചാൽ ആ നീതിയിൽ ദൈവം പ്രസാദിക്കുന്നില്ല. കാരണം മനുഷ്യനൊരിക്കലും ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു യാഗം അർപ്പിക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് കർത്താവിന് തന്നെ ഇറങ്ങി വരേണ്ടി വന്നത്. ദൈവം പ്രസാദിക്കുന്നത് കരുണയിലാണ്, യാഗത്തിലല്ല എന്ന് പറയാനുള്ള കാരണം നമ്മുടെ ഈ കഴിച്ച യാഗമൊക്കെ, അതായത് യഹൂദന്മാർ കഴിച്ച യാഗമൊക്കെ നല്ലതായതുകൊണ്ടോ പെർഫെക്റ്റ് ആയതുകൊണ്ടോ ഒന്നും അല്ല കർത്താവ് സ്വീകരിച്ചത്. യാഗത്തിലല്ല, അതിനപ്പുറത്ത് ദൈവം അവരോട് കരുണ കാണിച്ചതുകൊണ്ടാണ്. മാനുഷികമായ എല്ലാ കാര്യത്തിലും പരിമിതികളുണ്ട്. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ യാഗത്തിന് മാത്രമാണ് പരിമിതികളില്ലാത്തത്. യേശുക്രിസ്തുവിൻ്റെ നീതിക്ക് മാത്രമാണ് പരിമിതികളില്ലാത്തത്. ദൈവത്തെ അനന്തമായി പ്രസാദപ്പെടുത്തിയത്. ആ ഒരു വസ്ത്രമല്ലാതെ വേറൊന്നും സ്വർഗത്തിന് പറ്റിയതല്ല. നമുക്കൊരു ഭൂമിയിൽ നീതിമാന്മാരെന്ന് വിളിക്കപ്പെടാൻ നമുക്ക് നമ്മുടെ നീതിയൊക്കെ മതി, അല്ലെങ്കിൽ ഒരു ദേശത്തിൻ്റെ, ഒരു സഭയുടെ നീതിയൊക്കെ മതി. നമുക്കറിയുന്ന ഓരോ സഭകൾക്ക് അവരുടേതായ നീതിയുടെ ചട്ടക്കൂട് കൂടിയുണ്ട്. ആചാരങ്ങളുടെ ചട്ടക്കൂട് മാത്രമല്ല, ഒരു നീതിയുടെ ചട്ടക്കൂട് കൂടിയുണ്ട്. പ്രത്യേകിച്ച് സുവിശേഷം പ്രസംഗിക്കുന്ന ചർച്ചകളിൽ ആ നീതിയുടെ ചട്ടക്കൂട് വളരെ കൃത്യമായിട്ട് കാണാൻ സാധിക്കും. ആഭരണത്തെക്കുറിച്ചുള്ള നിയമങ്ങളായാലും വസ്ത്രധാരണത്തെക്കുറിച്ചുള്ള നിയമങ്ങളാണെങ്കിലും. ഞാൻ ആന്ധ്രയിൽ വളരെ നാളുകൾ സുവിശേഷ വേല ചെയ്ത ഒരാളാണ്. അവിടെ അനേക സഭകളുമായിട്ട് എനിക്ക് പരിചയമുണ്ട്, വിശ്വാസികളുമായിട്ട് ബന്ധമുണ്ട്. ഇപ്പോഴും നമുക്ക് അവിടെ സഭയുണ്ട്. ഞാൻ ഇടയ്ക്ക് അവിടെ പോകാറുണ്ട്. കഴിഞ്ഞ ആഴ്ച അവിടെ പോയിട്ട് വന്നതാണ്. അവിടുത്തെ വിശ്വാസികൾ ഒത്തിരി കറക്റ്റ് ഉപദേശം കേട്ടിട്ടുള്ള അനേകം വിശ്വാസികൾ, അനേകം സഭകളും അവിടെയുണ്ട്. പ്രത്യേകിച്ച് ഈ പത്യോപദേശം കൊണ്ടുള്ള റിവൈവൽ ഉണ്ടായൊരു നാടാണ് ആന്ധ്രാപ്രദേശ്. ആന്ധ്രയിലെ പ്രത്യേകിച്ച് കിഴക്കൻ ഭാഗങ്ങൾ, കടലോര ഗ്രാമങ്ങൾ. ഓങ്കോളിൽ ഞങ്ങൾ സുവിശേഷ വേല ചെയ്തുകൊണ്ടിരുന്ന ആ സ്ഥലത്ത് ബാപ്റ്റിസ്റ്റുകാരുടെ ഒരു മിഷൻ ഉണ്ടായിരുന്നു. വൺ ഗോൾ എന്ന് പറയുന്ന ആ ഒരു വാക്കിൽ തന്നെയാണ് ആ ഓങ്കോൾ എന്നുള്ള വാക്ക് പോലും ഉണ്ടായത്. വലിയൊരു ബാപ്റ്റിസ്റ്റ് ഉണർവ് നടന്ന സ്ഥലമാണ്. അവിടെ വചനം വളരെ ആഴമായി പഠിച്ച അനേകം ആൾക്കാർ ആ കാലത്തുണ്ടായിരുന്നു. ഉപദേശപരമായ കൃത്യത അവർ പഠിച്ചിരുന്നു. പിന്നീട് ഭക്തസിംഗ് ഗ്രൂപ്പുകളുടെ ഒരു റിവൈവൽ ആ ദേശത്തുണ്ടായി. അപ്പോൾ ഇതെല്ലാം വചനം കേന്ദ്രീകൃതമായിരുന്നു, വചന കേന്ദ്രീകൃതമായ റിവൈവലായിരുന്നു. എന്നാൽ കേരളത്തിൽ അങ്ങനൊരു വചനം കേന്ദ്രീകൃതമായ റിവൈവലല്ല ഉണ്ടായത്. കൂടുതൽ ഉണ്ടായതെല്ലാം ഈ ആത്മകേന്ദ്രീകൃതമെന്ന് നമ്മൾ വിശ്വസിക്കുന്ന എക്സ്റ്റാറ്റിക് ഫോംസ് ഓഫ് റിവൈവലാണ് കൂടുതലുണ്ടായത്. പെൻറ്റക്കോസ്റ്റൽ റിവൈവലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായത്. അവിടെ ഈ പെൻറ്റക്കോസ്റ്റൽ റിവൈവലിലുണ്ടായ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്, ഈ പുറമേ ഉള്ള ഒത്തിരി പ്രകടനങ്ങളുണ്ടായിരുന്നെങ്കിലും വചനത്തിൻ്റെ ഡെപ്തിലേക്ക് ഒരു 1-2 ജനറേഷൻ കഴിഞ്ഞപ്പോഴേക്കും ആ വചനത്തിൻ്റെ ഫൗണ്ടേഷൻ ഇല്ലാത്തൊരവസ്ഥയുണ്ടായി. അപ്പോൾ മനുഷ്യനീതി എന്ന് പറയുന്നതിൻ്റെ ഒരു ഗ്ലോറിയസ് സെലിബ്രേഷനാണ് ഇത് നമ്മളെല്ലായിടത്തും കാണുന്നത്. നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്ന നീതിമാന്മാരായ ആൾക്കാരെയാണ്. നമ്മളെപ്പോഴും ആൾക്കാരെ കുറ്റം പറയുമല്ലോ, അയാൾ ശരിയല്ല, ഇയാൾ ശരിയല്ല. കാരണം നമുക്ക് പറ്റുന്നില്ല അയാൾ. നമ്മൾ നോക്കുന്ന മനുഷ്യൻ, നീതിമാനായ മനുഷ്യൻ. ഇപ്പോൾ പ്രസംഗിക്കുന്ന ഞാൻ നീതിമാനായിരിക്കണമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ആ നീതി അന്വേഷിച്ച് നടക്കുന്നു. പക്ഷെ നമ്മൾ ദൈവത്തിൻ്റെ ഒരു കാഴ്ചയോട് നോക്കുമ്പോൾ ഈ മനുഷ്യൻ്റെ നീതി എന്ന് പറയുന്നത് വളരെ വിചിത്രവും വൃത്തികെട്ടതുമാണ്. അത് കറ പുരണ്ടൊരു തുണി പോലെയാണ്. ദൈവത്തിന് ഒട്ടും സഹിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. മനുഷ്യൻ സ്വയം നീതിമാനെന്ന് വിചാരിക്കുന്നതും കൽപ്പന അനുസരിച്ചു എന്ന് പറയുന്നതും എല്ലാം ദൈവത്തിന് മുമ്പിൽ മൗഢ്യമായ കാര്യമാണ്.
അത് ദൈവത്തിന് അംഗീകരിക്കാൻ സാധിക്കില്ല. കാരണം ഒരു മനുഷ്യനും ഒരു കൽപ്പനയും നേരെ ചൊവ്വേ അനുസരിക്കാൻ സാധിക്കില്ല. കഴിഞ്ഞ ദിവസം ഞാനൊരു പ്രസംഗം ഇങ്ങനെ കേട്ടു. അവിടെ എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ പറയുന്നു, മുറുകെ പറ്റുന്ന പാപവും ഭാരവും ഇട്ട് നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, മുറുകെ പറ്റുന്ന പാപം എന്ന് പറയുന്നത് ഭയങ്കര സീരിയസ് പാവമാണ്. അത് നമ്മളെ പിടിക്കുന്ന പാവമാണ്, നമ്മൾ പിടിക്കുന്ന പാവമല്ല. നമ്മളെ മുറുകെ പിടിച്ചിരിക്കുന്ന പാവങ്ങളാണ്. ഒരു കരടി പിടിച്ചിരിക്കുന്ന പോലെയാണ്. അയാൾ വിചാരിച്ച ഒരു കമ്പിളി പിടിച്ചിരിക്കുന്നതാണ്, കരടി പിടിച്ചിരിക്കുന്ന പോലെയാണ്. പക്ഷേ ഉപദേശത്തിൻ്റെ അവസാനം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അതിനെ വിട്ടിട്ട് ഓടണമെന്നാണ്. ശരിയാണ്, വചനത്തിൽ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ കരടിയെ നമ്മൾ എങ്ങനെ വിടും? അത് നമ്മളെയാണല്ലോ പിടിച്ചിരിക്കുന്നത്. അതെങ്ങനെ നമ്മൾ വിടും? അവിടെയാണ് നമുക്ക് ഉത്തരവില്ലാത്തത്. നമ്മളെങ്ങനെയെങ്കിലും അനുസരിക്കുക, നീതിമാന്മാരാവുക. ബട്ട് അതെങ്ങനെ സാധിക്കും? ഇത്രയും വലിയൊരു നീതി, സ്വർഗത്തിലെ നീതി, അതായത് വേറൊരാൾക്ക് വേണ്ടി മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്ന നീതി, എൻ്റെ ഫ്ലഷിനെതിരെ, എൻ്റെ ജഡത്തിൻ്റെ വികാരങ്ങൾക്കെതിരെ, എൻ്റെ സ്വാഭാവിക എൻ്റെ പ്രതികരണങ്ങൾക്കെതിരെ വരുന്നൊരു നീതി. ഇപ്പോൾ എന്നെ തല്ലുമ്പോൾ എനിക്ക് എൻ്റെ ഉള്ളിലുണ്ടാകുന്ന ഹോർമോണുകൾ, കെമിക്കലുകൾ എന്നോട് പറയുന്നത് എന്താണോ അതിന് നേരെ എതിരായൊരു നീതി എൻ്റെ ശരീരത്തിൽ ഉണ്ടാവുക എന്ന് പറയുന്നത് മാനുഷികമായി അസാധ്യമാണ്. നമ്മൾ എത്ര അഭിനയിച്ചാലും, നമുക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാരുടെ മുമ്പിൽ നമ്മൾ എത്ര സ്നേഹം അഭിനയിച്ചാലും നമുക്ക് തന്നെ ഉള്ളിൻ്റെ ഉള്ളിൽ അറിയാം ഇത് നടപ്പുള്ള കാര്യമല്ല. എൻ്റെ ഉള്ളിൽ ആ സ്നേഹമല്ല ഉള്ളത്, അക്കോമഡേഷനാണ്. സ്നേഹത്തിന് പകരം ആളെ അങ്ങ് അക്കോമഡേറ്റ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. ഒരു ടോളറേറ്റ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ ആൾ ഓക്കെ പൊയ്ക്കോട്ടെ എന്ന് ചിന്തിക്കുന്നു. അതല്ലാതെ ഒരു തുറന്ന സ്നേഹം നമ്മുടെ ആ ഒരു ഫ്ലഷിനെ അതിജീവിച്ച്, ആ പ്രാണൻ്റെ നിലവിളിയെ അതിജീവിച്ച് അതിന് മുകളിൽ വേറൊരാളെ കടന്ന് എൻ്റെ ജീവൻ കളഞ്ഞ ഒരാളെ സ്നേഹിക്കാനുള്ളൊരു കപ്പാസിറ്റി ലോകത്തിലൊരു മനുഷ്യനുമില്ല. കാരണം അവനെ അങ്ങനല്ല അവൻ്റെ പ്രകൃതം അവനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതായത് ലോകത്തിൽ ജീവിക്കുന്ന എല്ലാ മൃഗങ്ങൾക്കും എല്ലാ ജീവജാലങ്ങൾക്കും ഒരു സ്വയപ്രതിരോധ സിസ്റ്റമുണ്ട്. ഈ പ്രകൃതി സൃഷ്ടിക്ക് അനുകൂലമല്ലാത്തതുകൊണ്ട്, ഇന്ന് ആദമിൻ്റെ പാപത്തിന് ശേഷം എല്ലായിടത്തും അങ്ങോട്ടും ഇങ്ങോട്ടും കോൺഫ്ലിക്റ്റ് ഉള്ളതുകൊണ്ട്, ആനിമൽസ് തമ്മിലും പ്രകൃതിയും നമ്മളും തമ്മിലെല്ലാം ഈ കോൺഫ്ലിക്റ്റ് ഇടയ്ക്കിടയ്ക്ക് വരാമെന്നുള്ളത് കൊണ്ട് നമുക്ക് പ്രകൃതിയോട് യുദ്ധം ചെയ്ത്, ആനിമൽസിനോട് യുദ്ധം ചെയ്ത്, നമ്മുടെ എതിരെ ആക്രമിക്കാൻ വരുന്നവരോട് യുദ്ധം ചെയ്ത്, നമ്മുടെ കസേര അടിച്ചു മാറ്റാൻ വരുന്നവനെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്ത്, ഒരു പ്രൊഫഷനിൽ നിങ്ങൾ പ്രൊഫഷണലായിട്ട് പണിയെടുക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളെ മറിച്ച് കളഞ്ഞിട്ട് ഒരു പ്രൊമോഷൻ ആഗ്രഹിക്കുന്ന ഒരാളെ ഒതുക്കി, ഇങ്ങനെ പല രീതിയിൽ സർവൈവ് ചെയ്യാൻ ഉള്ളൊരു നിർബന്ധത്തിലാണ് മനുഷ്യർ മുഴുവനുള്ളത്. പക്ഷേ കർത്താവ് പറഞ്ഞ കൽപ്പനകളെല്ലാം എൻ്റെ സർവൈവൽ എന്ന് പറയുന്ന ആ ബേസിക് ആശയത്തിനെതിരാണ്. അതായത് ഒരാൾ എന്നെ കൊല്ലാൻ വരുമ്പോൾ ഞാൻ സർവൈവ് ചെയ്യാനല്ല ശ്രമിക്കുന്നത്, അവനോടുള്ള സ്നേഹത്തിൽ ഞാൻ അവൻ്റെ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങി മരിക്കുകയാണ്. ഇത് അൺതിങ്കബിളാണ്, ഒരു മനുഷ്യനെ കൊണ്ട് സാധിക്കുന്ന കാര്യമല്ല. അവിടെയാണ് ഈ നീതിയുടെ നിസ്സഹായത, മനുഷ്യനീതിയുടെ നിസ്സഹായത എന്ന് പറയുന്നത്. അപ്പോൾ സ്നേഹം എന്ന് പറയുന്നത് നമ്മൾ സെലക്റ്റീവ് ആകുന്നു, നമുക്ക് പറ്റുന്നവരെ മാത്രം സ്നേഹിക്കുന്നു. ഇപ്പോൾ എല്ലാവരും ഒരുപോലെ നമുക്ക് സ്നേഹത്തിൻ്റെ പരിഗണന കൊടുക്കാൻ നമുക്ക് സാധിച്ചെന്ന് വരില്ല. ഇപ്പോൾ എല്ലാവരോടും ഒരുപോലെ സംസാരിക്കാൻ കഴിയുമെന്ന് വരില്ല. ഇപ്പം നമ്മൾ ഒരാളോട് സംസാരിക്കുവാൻ ഒരേ സ്റ്റാൻഡേർഡ് വെച്ച് എല്ലാവരോടും സംസാരിക്കാൻ സാധിക്കുകയുമില്ല. ചില ആളുകൾക്ക് സംസാരിക്കാൻ താല്പര്യം കാണും, ചില ആൾക്കാർ അത്രയും കാണുകയില്ല. സോ ബിഹേവിയർ മാറാം, പക്ഷേ തത്വങ്ങൾ, സ്നേഹമെന്ന തത്വം ഒരിക്കലും മാറുന്നില്ല. സ്നേഹമെന്ന തത്വം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ വെൽബീയിങ്ങിന് വേണ്ടി ഞാൻ എന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്ന, അവനെ സ്പിരിച്വൽ വെൽബീയിങ്ങിന് വേണ്ടി ഞാൻ എൻ്റെ ജീവിതത്തെ വിട്ടുകളയുന്ന ആ ഒരു ലവ് എന്ന് പറയുന്നത് ഒരു മനുഷ്യനും അവൻ്റെ പ്രകൃതിയിൽ, അവൻ്റെ പ്രകൃതത്തിൽ സൃഷ്ടിച്ചെടുക്കാൻ എത്ര ഉപദേശങ്ങൾ കൊണ്ട് സാധിക്കില്ല. അതുകൊണ്ടാണ് മാൻ ക്യാൻ നെവർ ഒബേ ദ ലോഡ്, നോട്ട് ഈവൻ വൺ കമാൻഡ്മെൻറ്റ്. കാരണം എല്ലാ കമാൻഡ്മെൻറ്റിൻ്റെയും അതിൻ്റെ അകത്തെ സമ്മറി എന്ന് പറയുന്നത് സ്നേഹമാണ്. അവിടെ മനുഷ്യൻ പരാജയപ്പെടുന്നത്. അതുകൊണ്ടാണ് ക്രിസ്തു എന്നൊരു പകരക്കാരൻ നമുക്ക് വേണം. യേശുവാണ് ജീവിക്കുന്നത് എൻ്റെ ഉള്ളിൽ. ആ ക്രിസ്തുവിൻ്റെ ജീവനിലൂടെ മാത്രമേ എനിക്ക് സ്നേഹത്തിൻ്റെ ഇടുക്കുവഴിയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ വിതിൻ മൈസെൽഫ്. അതുകൊണ്ടാണ് സാൽവേഷനെ കുറിച്ച് എപ്പോഴും പറയുന്നത് എക്സ്ട്രാ നൗസ് എന്നാണ്. അതായത് ഇറ്റ് ഹാസ് ടു കം ഫ്രം ഔട്ട്സൈഡ്. അതൊരിക്കലും അകത്തുനിന്ന് വരുന്നില്ല. നമ്മുടെ ഒരു പെരുമാറ്റം നന്നാക്കിയത് കൊണ്ടും നമ്മൾ രക്ഷപ്പെടുന്നില്ല. ക്രിസ്തു വെളിയിൽ നിന്ന് നമ്മളെ രക്ഷിക്കണം. നമ്മുടെ പ്രകൃത സ്വഭാവങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷിക്കുവാൻ യേശുക്രിസ്തുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോൾ സാൽവേഷൻ ഈസ് ഹോളി എ ബിസിനസ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തിയാണ്. അതുകൊണ്ടാണ് ഈ നീതി വസ്ത്രം എന്ന് പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കുഞ്ഞാടിൻ്റേതല്ലാത്ത മാനുഷികമായ ഒരു നീതി വസ്ത്രം കൊണ്ടും. നിങ്ങൾ ഒത്തിരി നീതിമാന്മാരായ ആൾക്കാരെ കണ്ടിട്ടുണ്ടാവും, പ്രത്യേകിച്ച് ശുശ്രൂഷകർ, പാസ്റ്റർമാർ, അല്ലെങ്കിൽ മതമേലധ്യക്ഷന്മാർ. അവരെല്ലാം നീതിമാന്മാരെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. പക്ഷേ നിങ്ങൾക്ക് തന്നെ അറിയാം അല്ല എന്നുള്ള കാര്യം. കാരണം ഇവരെല്ലാം പച്ച മനുഷ്യരാണ്. അവർ ആക്രമിക്കപ്പെടുമ്പോഴാണ് അവരുടെ ഒറിജിനൽ സ്വഭാവം വെളിയിൽ വരുന്നത്. ഇവരാരും ക്രിസ്തുവിനെ പോലുള്ളവരല്ല. ഇവർ കംഫർട്ടബിളായിട്ട് ഇരിക്കുമ്പോൾ അങ്ങനെ ചിന്തിക്കുകയാണ്, നല്ല മനുഷ്യരുണ്ട്, നല്ല ടെമ്പറാമെൻ്റ് ഉള്ളവരുണ്ട്, ടോളറൻസ് ഉള്ളവരുണ്ട്, ഒക്കെ ഉള്ളവരുണ്ട്. പക്ഷേ അതൊന്നും ക്രിസ്തുവിൻ്റെ നീതിയുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല.
ഓക്കെ, അപ്പോൾ ആ ഒരു നീതിയുടെ വെളിപ്പാട് നമുക്ക് ലഭിക്കുകയും ആ നീതിയാൽ നമ്മൾ നീതീകരിക്കപ്പെടുകയും. ഇപ്പോൾ കർത്താവ് പറയുകയാണ്, എൻ്റെ നീതി ഇതാണ്, ആ നീതി വെച്ച് ചെയ്സ് എന്ന് പറയുന്ന നിന്നെ ഞാൻ നീതീകരിച്ചിരിക്കുന്നു. ഇത് കേൾക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. കാരണം നീതിമാനാകാൻ വേറെ വഴിയൊന്നുമില്ല. ഞാൻ നീതിമാനാകാനുള്ള ആകെയുള്ള വഴി കർത്താവ് എന്നെ അതിലേക്ക് കടത്തി വിടുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു ഉന്നതമായ നീതി വെളിപ്പെടുത്തുകയും ആ നീതി ക്രിസ്തുവിൽ കാണിച്ചു തരികയും എന്നിട്ട് ആ ക്രിസ്തുവിൻ്റെ ആത്മാവിനെ എൻ്റെ ഉള്ളിലേക്ക് അയക്കുകയും ചെയ്തിട്ട് കർത്താവ് പറയുകയാണ്, ചെയ്സിനെ ഞാൻ നീതിമാൻ എന്ന് പ്രഖ്യാപിക്കുന്നു എന്ന് ദൈവം പ്രഖ്യാപിക്കുമ്പോൾ ഏത് നീതി വെച്ചിട്ടാണ്? എൻ്റെ നീതി വെച്ചാൽ അല്ല, ക്രിസ്തുവിൻ്റെ നീതി വെച്ച് അവൻ്റെ കൃപ കാരണം ദൈവം എന്നെ നീതിമാൻ എന്ന് പ്രഖ്യാപിക്കുന്നു. ഇതിനാണ് നമ്മൾ നീതീകരണം എന്ന് പറയുന്നത്. നമ്മൾ റോമാലേഖനത്തിൽ അത് വിശദമായിട്ട് കണ്ടതാണ്. അപ്പോൾ ഈ ഒരു നീതീകരണം പ്രാപിക്കാത്ത ആൾ, അതായത് ക്രിസ്തുവിൻ്റെ സൗജന്യമായ അവൻ്റെ നീതി പ്രാപിക്കാത്തയാൾ, സ്വന്തം നീതിയിൽ ആശ്രയിച്ച് സ്വന്തം വസ്ത്രവും ധരിച്ചുകൊണ്ട് കല്യാണ സദ്യയിൽ പ്രവേശിക്കാമെന്ന് വിചാരിക്കുന്നവർ, അങ്ങനെ വിചാരിക്കുന്നവർ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളപ്പെടുമെന്നുള്ളതാണ് കർത്താവ് പഠിപ്പിക്കുന്നത്. അതായത് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് ദൈവത്തെ ഞാൻ ജീവിച്ച് പ്രസാദിപ്പിക്കുമെന്നാണ്. ഒരിക്കലും സാധിക്കില്ല. കാരണം ജീവിച്ചല്ല, വിശ്വസിച്ച് മാത്രമേ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. ആ വിശ്വാസത്താൽ ഉണ്ടായി വരുന്ന ജീവൻ ദൈവത്തിന് ഇഷ്ടമാണ്. ഒരു അപ്പനോ അമ്മയോ ഒരു കൊച്ചിനെ സ്നേഹിക്കുന്നത് അവൻ എത്ര നല്ലപോലെ പെർഫോം ചെയ്ത് നോക്കിയിട്ടല്ല, അവരുടെ ജീവൻ അവൻ്റെ ഉള്ളിലുള്ളതുകൊണ്ടാണ്. കർത്താവ് എന്തുകൊണ്ടാണ് നമ്മൾ സ്നേഹിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ പെർഫോം ചെയ്ത് കാണിച്ച് മിടുക്കരായതുകൊണ്ടല്ല, അവൻ്റെ ജീവനാൽ നമ്മൾ ജീവിക്കപ്പെടുകയും അവൻ്റെ വസ്ത്രം നമ്മൾ ധരിക്കുകയും അവൻ്റെ വിശുദ്ധിയിൽ നമ്മൾ നടക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ്. പെർഫെക്റ്റ് ആയതുകൊണ്ടല്ല, ആ സ്പിരിറ്റ്, ആത്മാവ്, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഉള്ളിലുള്ളതുകൊണ്ടാണ്. ഇപ്പോൾ നമ്മൾ മക്കളെ സ്നേഹിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ നിന്ന് ഉത്ഭവിച്ചു എന്നുള്ളവരായതുകൊണ്ട്, അതുപോലെ ദൈവം നമ്മളെ സ്നേഹിക്കുന്നതിൻ്റെ റീസൺ അവൻ്റെ ആത്മാവിനാൽ നമ്മൾ വീണ്ടും ജനിച്ചെന്നുള്ളതും അവൻ്റെ ആത്മാവിൻ്റെ ഉള്ളിൽ വസിക്കുന്നുള്ളതുമാണ്. അതുകൊണ്ട് നമ്മുടെ ഇംപെർഫെക്ഷൻസ് നോക്കിയല്ല നമ്മളെ ദൈവം വിലയിരുത്തുന്നത്. ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം അൺകണ്ടീഷണലാണ്. ഒരപ്പന് അമ്മയ്ക്ക് തൻ്റെ മക്കളോട് കരുണ തോന്നുന്ന പോലെ അത് പരിമിതമാണ്. ദൈവത്തിന് അവൻ്റെ മക്കളോട് കരുണ തോന്നുന്നു. അപ്പോൾ അതിൻ്റെ പാറ്റേൺ ഒന്ന് തന്നെയാണ്, പക്ഷേ അതിൻ്റെ ഇൻറ്റൻസിറ്റിയും അതിൻ്റെ ക്വാളിറ്റിയും ഭയങ്കരമായ വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും മനുഷ്യർക്ക്, പ്രത്യേകിച്ച് നല്ല മനുഷ്യർക്ക് ഉണ്ടാകുന്ന ഒരു ടെൻഡൻസിയാണ് സ്വന്തം പ്രവൃത്തികളാൽ ജസ്റ്റിഫൈഡ് ആകാൻ പരിശ്രമിക്കുക എന്നുള്ളത്. നല്ല മനുഷ്യർ മാത്രമേ അതിന് ശ്രമിക്കാറുള്ളൂ. അവർ എപ്പോഴും നീതിമാനായി കാണപ്പെടാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടാണ് നമ്മൾ ഈ മനുഷ്യരുടെ നീതി അളക്കുന്ന മാപിനിയുമായി നടക്കുന്നത്? അതിൻ്റെ കാരണം, ആദം പാപം ചെയ്ത ശേഷം ലോകത്തിലെ ഏറ്റവും പ്രബലമായ മതം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കായിൻ്റെ മതമാണ്. കായിൻ്റെ മതത്തിൻ്റെ പ്രത്യേകത, അതെപ്പോഴും ദൈവത്തെ അവൻ്റെ പ്രവൃത്തികളാൽ പ്രസാദിപ്പിക്കുന്ന ഒരു മതമാണ്. അവിടെ നുറുക്കമില്ല, ഹൃദയ തകർച്ചയില്ല, വിശ്വാസം ആവശ്യമില്ല, പ്രവൃത്തികളാണ്. അപ്പോൾ കായിൻ അങ്ങനെ തന്നെയാണ്. അപ്പോൾ കായിൻ്റെ മതം ഇന്ന് ലോകത്തിലെ ഏറ്റവും ശക്തമായ മതമാണ്. ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ശ്രമിക്കുന്ന മനുഷ്യനുള്ള റിസോഴ്സസ് വെച്ചിട്ട്, മനുഷ്യൻ്റെ നീതി വെച്ചിട്ട്, അവൻ്റെ കയ്യിലുള്ള സമ്പത്ത് വെച്ചിട്ട്, അവൻ്റെ എന്തെങ്കിലും പ്രവൃത്തികൾ വെച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ശ്രമിക്കുക. ഇത് മനുഷ്യൻ്റെ ഒരു മതമാണ്. ഇതിനാണ് നമ്മൾ കായിൻ്റെ മതം എന്ന് പറയുന്നത്. കായിൻ അവന് കിട്ടിയ ഏറ്റവും നല്ല സാധനങ്ങൾ, അതായത് അവൻ്റെ പുരയിടത്തിൽ നിന്ന് ലഭിച്ച ഏറ്റവും നല്ല ഓഫറിങ്സ് കൊണ്ട് ദൈവത്തിന് കൊടുത്ത ആളാണ്. നല്ല, അതായത് നമ്മൾ പറയുന്ന പോലെ പേഴ്സിലെ ഏറ്റവും വലിയ നോട്ട് എടുത്ത് കൊടുത്ത ആളാണ്. പക്ഷെ അത് അവൻ്റെ നോട്ടാണ്. അവൻ്റെ നോട്ട് ദൈവത്തിന് എന്തിനാണ്? ശരിക്കും ദൈവത്തിന് അവനിൽ അല്ലാതെ വേറെ ആരിലും പ്രസാദിക്കാൻ പറ്റത്തില്ല. കാരണം ദൈവം അത്ര പെർഫെക്റ്റാണ്. ഒരു മനുഷ്യൻ്റെ 100 രൂപ നോട്ടിൽ പ്രസാദിക്കുന്ന ഒരാളായിട്ട് ദൈവത്തെ നമുക്ക് കാണാൻ പറ്റുമോ? നമ്മളിന്ന് പ്രസംഗിക്കുന്ന പ്രസംഗങ്ങളിൽ ദൈവം എത്ര നിസ്സാരനായിട്ട്, നമ്മുടെ കയ്യിലിരിക്കുന്ന 500 രൂപ നോട്ട് കാണുമ്പം ദൈവം അങ്ങ് പ്രസാദിക്കുകയാണ്. അത് കായിൻ്റെ മതമാണ്. ആ മതമാണ് ഇന്ന് വളർന്ന് പടർന്ന് പന്തലിച്ച് വെച്ചിരിക്കുന്നത്. ബിക്കോസ് മാൻ ഓൾവേസ് സിറ്റ്സ് ഓൺ ദ ത്രോൺ. അവനാണ് സിംഹാസനത്തിലിരിക്കുന്നത്. അവൻ ചെയ്യുന്ന ദൈവത്തിന് ഇഷ്ടപ്പെട്ട് ദൈവം എന്താണെന്ന് വെച്ചാൽ ചെയ്തു കൊടുത്തോണം. എവറിത്തിങ് ഡിപ്പെൻഡ്സ് ഓൺ മാൻ. ഈ മാൻ സെൻട്രിക് റിലീജിയനാണ് ശരിക്കും കായിൻ്റെ ശാപം എന്ന് പറയുന്നത്. അത് മനുഷ്യ ചരിത്രത്തിൽ എല്ലായിടത്തും ഈ മാൻ സെൻട്രിക് റിലീജിയനുണ്ട്. ഇതിൻ്റെ സെൻട്രൽ പോയിൻ്റ് എന്ന് പറയുന്നത് മനുഷ്യനാണ്. അവൻ്റെ നീതി, അവൻ്റെ നന്മ, അവൻ്റെ സുഖം, അവൻ്റെ അധികാരം, ഇതിനെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടി ദൈവം ഒരു ടൂളായിട്ട് അവൻ ഉപയോഗിക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യം ഉള്ളപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ കായിൻ്റെ മതം പ്രബലമാകുന്നത് മനുഷ്യൻ്റെ പ്രവൃത്തികൾ, മനുഷ്യൻ്റെ നീതി ഈ ഒരു ഡയറക്ഷനിലാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ. അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യമാണ് പരീശന്മാർ അടുത്ത തലത്തിൽ കർത്താവിനോട് ചോദിക്കുന്നത്. എനിക്ക് കർത്താവ് അനേകം ചോദ്യങ്ങൾക്ക് വളരെ മനോഹരമായ ഉത്തരം പറഞ്ഞിട്ടുണ്ടെങ്കിലും എൻ്റെ പേഴ്സണൽ ഫേവറേറ്റാണ് ഇതൊരു ഭയങ്കര റിപ്ലൈ ആയിപ്പോയി. കാരണം ഇത്ര നമ്മൾ ഏത് മാനദണ്ഡത്തിൽ നോക്കിയാലും എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള റിപ്ലൈ ദൈവം ഈ പരീശന്മാർക്ക് കൊടുത്ത ഇതാണ്. ഞാനത് ചുരുക്കമായിട്ട് വായിക്കാം. അനന്തരം പരീശന്മാർ ചെന്ന് അവനെ വാക്കിൽ കൊടുക്കേണ്ടതിന് ആലോചിച്ചു. ഒരു ചോദ്യം അവരോട് ചോദിച്ചു.
17-ാം വാക്യത്തിലാണ്, നിനക്ക് എന്ത് തോന്നുന്നു, കൈസർക്ക് കരം കൊടുക്കുന്ന വിഹിതമോ അല്ലയോ എന്ന് പറഞ്ഞു തരണം എന്ന് കൽപ്പിച്ചു. അപ്പോൾ അതിനകത്തുള്ളൊരു ചുറ്റെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കുരുക്കെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൈസർക്ക് കരം കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ മെശിഹായല്ല എന്നവർക്ക് സ്ഥാപിക്കാം. കാരണം കൈസറുടെ വാഴ്ച അംഗീകരിക്കുന്ന ആൾ. കൈസറുടെ വാഴ്ച അംഗീകരിക്കാൻ ഇസ്രായേൽക്കാർക്ക് ദൈവരാജ്യപരമായി സാധിക്കില്ല. അപ്പോൾ കൈസറുടെ രാജ്യത്തെ അംഗീകരിക്കുന്ന ഒരാളായിട്ട് ആ കരം കൊടുക്കാൻ കർത്താവ് പറഞ്ഞാൽ ഇനി കരം കൊടുക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യദ്രോഹിയായിട്ട് മാറ്റാൻ പറ്റും. ഇപ്പോൾ രണ്ട് സൈഡിലും യെസ്സും നോയും പ്രശ്നത്തിലാക്കുന്ന രീതിയിലാണ് ഇവർ ചോദിച്ചത്. ഈ ഡബിൾ മൈൻഡ് മനുഷ്യനീതിയുടെ ഒരു പ്രത്യേകതയാണ്. മനുഷ്യനീതി എപ്പോഴും ഡബിൾ എഡ്ജഡാണ്. അത് രണ്ട് തരത്തിൽ ബാലൻസ് ചെയ്യാൻ അറിയാവുന്നവരാണ്. അങ്ങനെയുള്ള പല ചോദ്യങ്ങളെയും ഞാൻ നേരിട്ടിട്ടുണ്ട്. നമ്മൾ വിവേകത്തോടെ ഉത്തരം പറയാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ പോലും പലപ്പോഴും നമ്മളെല്ലാം നേരിടുന്ന പ്രശ്നങ്ങളാണ് ഈ രണ്ട് എഡ്ജഡായിട്ടുള്ള ചോദ്യങ്ങൾ. അത് ഒരു വാളിൻ്റെ രണ്ട് സൈഡിലും മൂർച്ചയുള്ള ചോദ്യങ്ങളാണ്. ഏത് സൈഡിൽ ഉത്തരം പറഞ്ഞാലും മുറിയും. കർത്താവ് അവിടെ പറയുകയാണ്, ഒരു നാണയം കൊണ്ടുവരാൻ പറഞ്ഞു. നാണയം കാണിച്ചു. അവർ അവൻ്റെ അടുക്കൽ ഒരു വെള്ളിക്കാശ് കൊണ്ടുവന്നു. അവൻ അവരോട് ഈ സ്വരൂപവും മേലെഴുത്തും ആരുടേതെന്ന് ചോദിച്ചതിന് കൈസറുടേതെന്ന് അവർ പറഞ്ഞു. അപ്പോൾ കൈസറുടെ സ്വരൂപവും മേലെഴുത്തും അത് ഈ ഭൂമിയിലെ ഒരു വ്യവഹാര സംബന്ധമായ കാര്യമാണ്. അതായത് ഇവിടെയുള്ള എക്സ്ചേഞ്ച്, നമ്മൾ എന്തെങ്കിലും സാധനം വാങ്ങിക്കുന്നു, ഈ മുദ്ര കൊടുക്കുന്നു, ഈ മുദ്രയുള്ള പണം കൊടുക്കുമ്പോൾ നമ്മൾ പറയുന്നത്, ഇതിൻ്റെ ഓണർ കൈസറാണ്, ഞാൻ നിൻ്റെ കയ്യിൽ നിന്നൊരു പശുവിനെ വാങ്ങിച്ചു, അത് 1000 രൂപ ഞാൻ തരുന്നു. ഈ 1000 രൂപയിൽ റിസർവ് ബാങ്കിൻ്റെ ഗവർണറുടെ ഒപ്പുണ്ട്. ആ 1000 രൂപ നീ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുമ്പം റിസർവ് ബാങ്ക് ഗവർണർ നിന്നോടൊരു വാക്ക് പറയുന്നുണ്ട്, ഈ നോട്ട് കയ്യിലിരിക്കുന്നവന് 1000 രൂപയുടെ മൂല്യം ഞാൻ കൊടുത്തുകൊള്ളാം എന്ന് റിസർവ് ബാങ്ക് ഗവർണർ പറയുന്നുണ്ട്. നിങ്ങളൊരു നോട്ട് വായിച്ചു കഴിഞ്ഞാൽ നോട്ടിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന എഴുത്ത് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലായി, ഐ പ്രോമിസ് ടു പേ ദ ബെയറർ ദ സം ഓഫ് 100 റുപ്പീസ് അല്ലെങ്കിൽ 500 റുപ്പീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആരാണോ ചുമന്നുകൊണ്ട് വരുന്നത് അവന് 100 രൂപയ്ക്ക് തത്തുല്യമായ മൂല്യം ഞാൻ നൽകിക്കൊള്ളാമെന്നുള്ള റിസർവ് ബാങ്ക് ഗവർണറുടെ ഒപ്പാണ്. അതുപോലെ കൈസറുടെ ഒരു ഒപ്പമായിട്ടാണ് അന്നത്തെ നാണയങ്ങൾ. അതായത് ഓരോ രാജ്യത്തിൻ്റെ മുദ്ര അതിനകത്തുണ്ട്. അതായത് അതിനാണ് വില. അപ്പോൾ ഈ പൈസ കൊണ്ടുവന്ന് ദൈവത്തിൻ്റെ ഭണ്ഡാരത്തിലിട്ട് എന്ത് കാര്യം? കർത്താവ് പറയാണ്, ഇത് കൈസറുടേതായതുകൊണ്ട് അത് കൈസറിന് കൊടുത്തേക്ക്. ഇത് കൈസർ ഉണ്ടാക്കിയ വ്യവസ്ഥയാണ്. കൈസറുടെ രാജ്യം നിലനിൽക്കുന്ന ഈ വ്യവസ്ഥ കൊണ്ടാണ്. എന്നാൽ കൈസറിനുള്ളത് കൈസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുപ്പിനെന്നവൻ അവരോട് പറഞ്ഞു. അവർ കേട്ട് ആശ്ചര്യപ്പെട്ട് അവനെ വിട്ടു പോയി കളഞ്ഞു. അതായത് ഇവിടെ കർത്താവ് പറയുന്നത്, ദൈവത്തിന് വേണ്ടത് കൈസറുടെ സ്വത്തല്ല, ദൈവത്തിന് വേണ്ടത് ദൈവത്തിൻ്റെ സ്വത്താണ്. സ്വരൂപവും മേലെടുത്തും കൈസറുടേതായത് നാണയത്തിന്മേൽ മാത്രമാണ്. എന്നാൽ ഈ നാണയവുമായിട്ട് വന്ന മനുഷ്യരുടെ മേൽ ആരുടെ സ്വരൂപമാണുള്ളത്? ദൈവത്തിൻ്റെ സ്വരൂപമാണുള്ളത്. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ സമയമോ നമ്മുടെ നീതിയോ നമ്മുടെ പണമോ നമ്മുടെ നല്ല സ്വഭാവമോ ഒന്നും ദൈവത്തിന് വേണ്ട. ദൈവത്തിന് വേണ്ടത് നമ്മളെയാണ്. ഞാനെന്ന് പറയുന്ന ഈ ആളെയാണ്. കാരണം എൻ്റെ മേലാണ് ദൈവത്തിൻ്റെ മുദ്രയുള്ളത്. നിങ്ങളുടെ സമ്പത്ത്, നിങ്ങളുടെ വിദ്യാഭ്യാസം, ചിലരിങ്ങനെ പറയുന്ന പാട്ട് പാടും പറയുന്നേക്കാം, എൻ്റെ വിദ്യാഭ്യാസം ഞാൻ സമർപ്പിക്കുന്നു, എൻ്റെ ആരോഗ്യം ഞാൻ തരുന്നു. കർത്താവിന് ഇതൊന്നും വേണ്ട, നിങ്ങളെ മതി. അതാണ് മുദ്രയും മേലെഴുത്തും. ക്രിസ്തുവിൻ്റെ സ്റ്റാമ്പ് നമ്മുടെ മേലുണ്ട്, ദൈവത്തിൻ്റെ സ്റ്റാമ്പ് നമ്മുടെ മേലുണ്ട്. ഈ ദൈവത്തിൻ്റെ സ്റ്റാമ്പ് നമ്മുടെ മേലുള്ളത് കൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും പ്രിയ സഹോദരങ്ങളെ ദൈവത്തിനുള്ളവരാണ്. ഈ ദൈവം തിരിച്ചു ചോദിക്കുന്ന അവൻ്റെ സ്റ്റാമ്പുള്ളവരെയാണ്. അതായത് അവൻ്റെ സ്വരൂപത്തിലും സദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവരെ. അപ്പോൾ ഈ സൃഷ്ടി തന്നെ തെളിയിക്കുന്നത് മനുഷ്യൻ സൃഷ്ടിച്ചതെല്ലാം മനുഷ്യർ കൊണ്ടുപോകട്ടെ, അതിനകത്ത് ദൈവത്തിന് താല്പര്യമില്ല. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ 5 പൈസയിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന ഒന്നിലും ദൈവത്തിന് പ്രസാദമില്ല. നിങ്ങൾ എത്ര എമൗണ്ട് കൊടുത്താലും കൊടുത്തില്ലെങ്കിലും ദൈവം അതിൽ പ്രസാദിക്കുന്നില്ല. ദൈവം പ്രസാദിക്കുന്നത് നമ്മളിലാണ്. അവന് വേണ്ടത് നമ്മളെയാണ്. നമ്മളിൽ ക്രിസ്തു വിശ്വാസത്താൽ വസിക്കുമ്പോഴാണ് നമ്മൾ ദൈവപ്രസാദത്തിന് അർഹതയുള്ളവരായി വരുന്നത്. അതുകൊണ്ടാണ് വിശ്വാസത്താൽ അല്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധ്യമല്ല എന്ന് പറയുന്നത്. ഗോഡ് ഈസ് നെവർ ലുക്കിംഗ് അറ്റ് യുവർ റിച്ചസ് ഓർ റിസോഴ്സസ്. നിങ്ങൾ എത്ര ഓഫർ ഇട്ടു എന്ന് ദൈവം നോക്കുന്നില്ല. നിങ്ങളത് പേടിച്ച് നിങ്ങളുടെ കയ്യിലില്ലാത്തത് ഇടാൻ ശ്രമിക്കേണ്ട. ആത്മാവ് പ്രേരിപ്പിക്കുന്ന ഇട്ടാൽ മതി. കർത്താവ് ഇത് നോക്കിക്കൊണ്ടിരിക്കുമായിരിക്കും. പിന്നെ നമ്മുടെ സ്വഭാവം ഇടുന്നൊരു സ്വഭാവം ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെ ശുശ്രൂഷകരൊക്കെ പറയും, ഇടുന്ന് പറയും. കാരണം അത് നിലനിന്ന് പോകണമെങ്കിലും പൈസ വേണം. നമുക്ക് അങ്ങനെ അത്ര ഇടുന്നത് ഇഷ്ടമല്ല. അപ്പം നമ്മുടെ ഉള്ളിൽ തന്നെ ഈ ഗ്രീഡ് ഉള്ളത് കൊണ്ട് അവർ ആ ഗ്രീഡ് കുറച്ച് കുറയ്ക്കാം എന്ന് വിചാരിച്ചായിരിക്കും അവർ പറയുന്നത്. പക്ഷേ ദൈവത്തിന് ഇതിനകത്ത് 1 രൂപ പോലും ആവശ്യമില്ല. ശുശ്രൂഷകർക്ക് ആവശ്യമുണ്ട്, അവർക്ക് ജീവിക്കണം. സുവിശേഷ വേലയ്ക്ക് ആവശ്യമുണ്ട്, അവർക്ക് ജീവിക്കണം. നിങ്ങളുടെ സഭയിൽ ആഹാരമില്ലാത്തവർ, വസ്ത്രമില്ലാത്തവർ, വീടില്ലാത്തവർ, അവർക്ക് ആവശ്യമുണ്ട്, അവർ ജീവിക്കണം. പല സഭകളിലും പാസ്റ്റർമാർക്ക് നല്ല വരുമാനമുള്ള സഭകളുണ്ട്, പക്ഷേ അവിടെയും ദരിദ്രന്മാരായ പാവങ്ങളുണ്ട്. പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ ഇടയിൽ ദരിദ്രന്മാരുണ്ടെങ്കിൽ, നിങ്ങളുടെ ഇടയിൽ കുട്ടികൾക്ക് പഠിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ടെങ്കിൽ
ഓക്കെ, പാസ്റ്റർമാർക്ക് നിങ്ങൾ കൊടുക്കുന്ന സമ്പത്തിനും മുകളിൽ അവർ സമ്പത്ത് കുമിഞ്ഞു കൂട്ടുകയാണെങ്കിൽ അത് പങ്കുവയ്ക്കുവാൻ ഈ പാസ്റ്റേഴ്സിന് ശുശ്രൂഷകർക്ക് കഴിയുന്നില്ലെങ്കിൽ ദൈവകോപം തീർച്ചയായിട്ടും അവിടെ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം യാഗമല്ല, കരുണയിലാണ് ദൈവം എപ്പോഴും പ്രസാദിക്കുന്നത്. സഹോദരങ്ങളെ, ഞാൻ ആന്ധ്രാപ്രദേശിലെ സുശേഷല ചെയ്യുന്ന സമയത്ത് എന്നോടൊരാൾ പറഞ്ഞു, നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസയല്ല, നിങ്ങൾക്ക് ആരൊക്കെ തരുന്ന പൈസയാണ്, അതുകൊണ്ട് നിങ്ങൾക്കിത് കൊണ്ട് കൊടുക്കാൻ പ്രയാസമില്ല, ഞങ്ങൾ അധ്വാനിച്ച് വേർത്ത് സമ്പാദിച്ചുണ്ടാക്കുന്നതാണ്, ഞങ്ങൾക്ക് ഞങ്ങളുടെ പിള്ളേർക്കും വേണ്ടിയാണ് എന്നോട് പറഞ്ഞു. അപ്പം ഞാൻ ആലോചിച്ച് നോക്കിയപ്പം അധ്വാനിക്കുന്നുണ്ട്, നല്ലപോലെ അധ്വാനിക്കുന്നുണ്ട്, രാവിലെ നിന്നോ വൈകിട്ടെന്നോ രാത്രിയൊന്നും ഇല്ലാതെ അധ്വാനിക്കുന്നുണ്ട്, പക്ഷേ പണം വരുന്നത് വേറെ വഴിക്കാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അധ്വാനിച്ച് സമ്പാദിക്കുകയല്ല, ഞങ്ങൾക്ക് ജീവിക്കാനുള്ള പണം വേറെ സ്ഥലത്താണ് വരുന്നത്, വേറെ പല സ്ഥലങ്ങളിൽ നിന്നാണ് ദൈവം തരുന്ന പോലെ. അപ്പം ഞാൻ ആലോചിച്ചു, ഓക്കെ, സ്വന്തമായി ഞാൻ അധ്വാനിച്ച് എൻ്റെ വേർപ്പ് കൊണ്ട് അധ്വാനിച്ചുണ്ടാക്കിയ പണം എനിക്ക് കൊടുക്കാൻ പറ്റുമോ? അവർ ശരിയാണോ പറഞ്ഞത്? അപ്പോൾ ദൈവം എന്നെ നയിച്ചത് ഒരു സ്കൂളിൽ പഠിപ്പിക്കാൻ വേണ്ടിയാണ്. ഒരു 2-3 വർഷം ഞാനൊരു സ്കൂളിൽ പഠിപ്പിച്ചു. 1.5 മണിക്കൂർ, രാവിലെ 1.5 മണിക്കൂർ പഠിപ്പിക്കും. അവരൊരു റെമ്യൂണറേഷൻ എനിക്ക് തരുമായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത് എനിക്കറിയണമായിരുന്നു. കാരണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാസ്റ്റേഴ്സിൻ്റെ ഒരു ചിന്ത, ഇതെല്ലാം കൂടെ എനിക്ക് കിട്ടിയതാണ്, ഇനി ഇതിനകത്ത് ആർക്കും കൊടുക്കണ്ട എന്നൊരു ചിന്തയാണ് പാസ്റ്റേഴ്സിനുള്ളത്. അപ്പോൾ ആ ഒരു ചിന്ത ഉള്ളതുകൊണ്ട് പാസ്റ്റേഴ്സ് കൊടുക്കണ്ട എന്നൊരു ചിന്ത പൊതുവെ വന്നിട്ടുണ്ട്, അവർക്ക് കൊടുക്കാം എന്നുള്ള രീതിയിൽ. അതുകൊണ്ടാണ് ഒത്തിരി പാസ്റ്റർമാർ പെട്ടെന്ന് മുതലാളിമാരാകുന്നത്. പ്രിയ സഹോദരങ്ങളെ, നമ്മളെല്ലാം ഇല്ലാത്തവരിലേക്ക് ഒഴുകുന്ന പണമേ നമ്മുടെ കയ്യിൽ ഉണ്ടാകാവുള്ളൂ. ഇല്ലാത്തവരിലേക്ക് ഒഴുകാത്ത പണം ദൈവം അനുവദിക്കുന്ന പണമല്ല. കാരണം എപ്പോഴും നമ്മുടെ ഇടയിൽ ഒരു ആൾ പോലും ആഹാരമില്ലാത്തവരായോ നമ്മുടെ സഭയിൽ, നിങ്ങളുടെ കൂട്ടായ്മയിൽ, നിങ്ങളിരിക്കുന്ന കൂട്ടായ്മയിൽ അങ്ങനെ ഒരാളുണ്ടാകാൻ പാടില്ല. അങ്ങനെ ഇരിക്കെ നിങ്ങൾ പിന്നെ സമ്പത്ത് കുമിഞ്ഞു കൂട്ടി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നിങ്ങൾ കൈസറുടെ സ്വത്ത് സമ്പാദിച്ച് കൂട്ടി വെച്ചിട്ട് അത് ദൈവം തന്നതെന്ന് പറയുകയാണ്. അതിൽ നിന്നൊരു വീതമെടുത്ത് ദൈവത്തിന് കൊടുത്തിട്ട് പറയുകയാണ്, ദൈവമേ ഞാൻ ഇത്രയും കൊടുത്തവനാണ്. കർത്താവ് പറയുന്നത് കൈസറുടെ മുദ്രയാണ്. ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ്, ഐ എം ഇൻട്രസ്റ്റഡ് ഇൻ യു. നിൻ്റെ മേലാണ് എൻ്റെ മുദ്രയുള്ളത്, വേർ ആർ യു എന്ന് ചോദിക്കുമ്പോഴാണ് ആളുകൾ വിഷമിക്കുന്നത്. കാരണം കർത്താവ് നമ്മളെ മാത്രമേ ചോദിക്കുന്നുള്ളൂ. നമ്മൾ കൊടുക്കാത്തതും നമ്മളെ മാത്രമാണ്. ഇവരെന്ത് വേണേലും നമ്മൾ കൊടുക്കും, നമ്മളെ മാത്രം കൊടുക്കത്തില്ല. നമുക്ക് കൊടുക്കാൻ പറ്റത്തുമില്ല. ദൈവം തന്നെ നമ്മളെ വിലയ്ക്ക് വാങ്ങുമായിരുന്നു. വി വെർ സ്ലേവ്സ്, നമ്മൾ അടിമകളായിരുന്നു. ആ അടിമ മുഖത്തിൽ ദൈവം നമ്മളെ രക്ഷിക്കുകയും നമ്മെ വിലയ്ക്ക് വാങ്ങുകയും ചെയ്തു. ഇനി ഒരു ചോദ്യവും കൂടെ പ്രധാനമായിട്ട് ഈ 1-2 ചോദ്യങ്ങൾ കൂടി അധ്യായത്തിലുണ്ട്. ഇതെല്ലാം വളരെ പ്രസക്തമായ ചോദ്യങ്ങളാണ്, നമ്മുടെ വേദശാസ്ത്രത്തെ നിർവചിക്കുന്ന ചോദ്യങ്ങളാണ്. നമുക്ക് ആദ്യത്തെ ചോദ്യം പുനരുത്ഥാനത്തെക്കുറിച്ചാണ്. പലപ്പോഴും നമ്മൾ മുസ്ലിങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട് ഹെഡോണിസ്റ്റിക് ആയിട്ടുള്ളൊരു സ്വർഗ്ഗമാണ് അവർ പ്രതീക്ഷിക്കുന്നത്, സുബർക്കം എന്ന് പറയുന്നത്. ഇവിടെ അവർക്ക് ദൈവം, അവരുടെ ദൈവം എന്തെല്ലാം നിഷേധിച്ചിട്ടുണ്ടോ അതെല്ലാം അവിടെ കൊടുക്കും. ഓക്കെ, മദ്യം, അവിടെ ഇഷ്ടം പോലെ മദ്യം. അപ്പം അതൊരു കാർണൽ എൻജോയ്മെൻറ്റിൻ്റെ ഒരു പ്ലേസ് ആയിട്ടാണ് അവതരിപ്പിക്കപ്പെടുന്നത്. നമുക്കറിയാം കാർണാലിറ്റി എന്ന് പറയുന്നത്, അതായത് ജഡീക എൻജോയ്മെൻ്റ് എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് മടുപ്പ് തോന്നിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ബിക്കോസ് അതിനകത്ത് ഒരു എന്താ പറയുന്നത്, നമ്മുടെ ശരീരത്തിൻ്റെ സാറ്റിസ്ഫാക്ഷൻ അല്ലാതെ അതിന് മുകളിൽ യാതൊരു പ്രൊഡക്ടിവിറ്റിയും ഇല്ല, യാതൊരു ക്രിയേറ്റിവിറ്റിയും ഇല്ല. നമ്മളൊന്നും ഒരു എന്താ പറയുന്നത്, ഒന്നിലേക്കും നമ്മുടെ ബ്രെയിൻ വളരുന്നില്ല, അല്ലെ പ്രോഗ്രസ് ചെയ്യുന്നില്ല, ഒരു പുതിയ റെവലേഷനിലേക്ക് പോകുന്നില്ല. വി ആർ കോട്ട് അപ്പ് ഇൻ ദ പ്ലഷർ ഓഫ് ദ തിങ്സ്. നമ്മൾ എന്താ പറയുന്നത്, ആ സുഖത്തിൻ്റെ രസത്തിനകത്ത് അലസലായി പോവുകയല്ലാതെ പ്രൊഡക്ടിവിറ്റി ഒന്നുമില്ല. പ്രിയ സഹോദരങ്ങളെ, ആ ഒരു ഹെഡോണിസ്റ്റിക് എൻജോയ്മെൻറ്റിനാണ് പല ആൾക്കാർ സ്വർഗ്ഗമെന്നും ദേവലോകം എന്നൊക്കെ പറയുമ്പം ചിന്തിക്കുന്നത്. ഈ വിശ്വാസിക്ക് സംഭവിക്കുന്നൊരു പ്രോബ്ലം എന്ന് പറയുന്നത്, പലപ്പോഴും ഞാൻ ആലോചിക്കുന്നുണ്ട്, ഇവിടെ നിന്ന് മരിച്ചു പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇവിടെ പറയുന്നത് ഒരു സങ്കല്പ ചോദ്യമാണ് കർത്താവിൻ്റെ അടുത്ത് സദൂക്യന്മാർ വന്ന് ചോദിക്കുന്നത്. ചോദ്യം ഇതാണ്: ഒരുത്തൻ മക്കളില്ലാതെ മരിച്ചാൽ അവൻ്റെ സഹോദരൻ അവൻ്റെ ഭാര്യയെ വിവാഹം കഴിച്ചു, തൻ്റെ സഹോദരന് സന്തതി ജനിപ്പിക്കണം. ഇങ്ങനെ 7 സഹോദരന്മാർക്കും ഒരാൾ ഭാര്യയായി. ഒരാൾ മരിച്ചിട്ടാണ് കേട്ടോ, ഒരാൾ മരിച്ചപ്പം അടുത്തയാൾ മരിച്ചപ്പോൾ അടുത്തയാൾ, അങ്ങനെ 7 പേർക്ക് ഈ സഹോദരി ഭാര്യയായി മാറി. അവസാന പുനരുത്ഥാന ദിവസത്തിൽ ഈ പെൺകുട്ടി, ഈ സ്ത്രീ ആരുടെ ഭാര്യയായി മാറും എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ കർത്താവ് പറഞ്ഞ മറുപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പുനരുത്ഥാനം ഈ ജഡരക്തങ്ങളുടെ ഗ്രാറ്റിഫിക്കേഷന് വേണ്ടിയുള്ളതല്ല. അവർ ദൈവദൂതന്മാരെ പോലെ ആത്മീക ശരീരങ്ങളുള്ളവരാണ്. അവർക്കൊരു വിവാഹം എന്നൊരാവശ്യമില്ല. കാരണം ദേ ആർ പെർഫെക്റ്റ്ലി സാറ്റിസ്ഫൈഡ് ഇൻ ഗോഡ്. ദൈവത്തിൽ പൂർണ്ണമായ തൃപ്തി ഉള്ളവരാണ് ശരിക്കും ഈ സ്വർഗത്തിലേക്ക് പോകുന്നവർ. അതായത് ഇഫ് യു ആർ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ഇൻ ക്രൈസ്റ്റ്, യു ഡോണ്ട് നീഡ് എനി ഹെഡോണിസ്റ്റിക് എൻജോയ്മെൻറ്റ്. നമ്മൾ ക്രിസ്തുവിൽ തൃപ്തരാണെങ്കിൽ നമുക്കതിന് മുകളിൽ യാതൊരുവിധ എൻജോയ്മെൻറ്റിന് വേണ്ടിയുള്ളൊരു ദാഹം ഉണ്ടാവില്ല. നമ്മളെ പൂർണ്ണമായും തൃപ്തിപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ ആത്മാവ്
ഒരിക്കലും നമ്മൾ ഈ ലോകത്ത് അനുഭവിച്ചിട്ടില്ലാത്തൊരു സമാധാനത്തിലേക്കും സംതൃപ്തിയിലേക്കും നിർവ്യാജ സ്നേഹത്തിലേക്കും നമ്മൾ എത്തിക്കുമ്പോൾ അതിനകത്തുണ്ടാകുന്ന ആ ഒരു പെർഫെക്ഷനാണ്, ആ ഒരു മനോഹരത്വമാണ് നമുക്ക് സ്വർഗത്തിൽ വെച്ചിരിക്കുന്ന റിവാർഡ്. ഇതിനേക്കാൾ വലുതായി എന്താണുള്ളത്? ഈ ഹെഡോണിസ്റ്റിക് എൻജോയ്മെൻ്റ് എന്ന് പറയുന്ന ആശയം തന്നെ മനുഷ്യൻ സെൻട്രിക്കാണ്. ദൈവം അവിടെ മനുഷ്യരെ കൊണ്ടിട്ട് എന്താ ചെയ്യുന്നതെന്നറിയോ? നീ രസിച്ചോ എന്ന് പറയുകയാണ്. ഇറ്റ്സ് ഓൾ അബൌട്ട് ഹ്യൂമൻ ബീങ്സ്. ഓൾ ദീസ് റിലീജിയൻസ് ആർ അബൌട്ട് ഹ്യൂമൻ എൻജോയ്മെൻറ്റ് ആൻഡ് ഹ്യൂമൻ പ്രീ എമിനൻസ്. ദൈവം അവിടെ ഒരു ദാസനാണ്. എങ്ങനെയാണ്? നമുക്ക് വേണ്ടതെല്ലാം ഒപ്പിച്ചു തരുന്ന ഒരാൾ, എൻ്റെ ലൗകികമായ പ്ലഷർ സാധിപ്പിച്ചു തരുന്ന ഒരാളായിട്ട് മാത്രം ദൈവം മാറുകയാണ്. അത് ദൈവത്തെ വളരെയധികം ബിലിറ്റിൽ ചെയ്യുന്നൊരാശയമാണ്. ഇഫ് ഗോഡ് ഈസ് ഗോഡ്, വി നീഡ് ടു ബി പെർഫെക്റ്റ്ലി സാറ്റിസ്ഫൈഡ് ഇൻ ഹിം. കർത്താവ് എൻ്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ വേറെ ഒന്നിനോടും ദാഹം തോന്നാൻ പാടില്ല. ഐ നീഡ് ടു ബി സാറ്റിസ്ഫൈഡ് ഇൻ ഹിം, അതർവൈസ് ഐ ഡിഡ് നോട്ട് സീ ഗോഡ്. ദൈവത്തെ കണ്ട ഒരാൾക്ക്, ദൈവത്തെ അനുഭവിച്ച ഒരാൾക്ക് വേറെ ഒന്നിലും തൃപ്തി കാണേണ്ട കാര്യമില്ല. ബിക്കോസ് എ മാൻ വിൽ ബി കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ഇൻ ഗോഡ് ഇഫ് ഹി എവർ ഫൈൻഡ്സ് ദ റിയൽ ഗോഡ്. അപ്പോൾ ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് എന്താണ്? പിന്നെ ഞാൻ എന്താണ് ആഗ്രഹിക്കുന്നത്? ദർ ഇസ് നത്തിങ് മോർ. അപ്പോൾ ശരിക്കും കർത്താവ് പറയുന്നത് പുനരുത്ഥാനത്തിൽ അവർ പാപജഡ സംബന്ധമായിട്ടുള്ളവരായിരിക്കില്ല, ക്രിസ്തുവിൽ പരിപൂർണമായും തൃപ്തരായിരിക്കും. അവർക്ക് വേറൊരു പാർട്ട്ണറിലൂടെ ഉണ്ടാകുന്ന ഒരു കംപ്ലീഷൻ്റെ ആവശ്യമില്ല. ബിക്കോസ് ക്രൈസ്റ്റ് ഈസ് പെർഫെക്റ്റ്. നമുക്കറിയാം ആദം വാസ് ഇംപെർഫെക്റ്റ്, ബട്ട് ക്രൈസ്റ്റ് ഈസ് പെർഫെക്റ്റ്. ക്രിസ്തുവിലുള്ളവർ, ക്രിസ്തുവിൽ തേജസ് പ്രാപിച്ചവർ, ആ തേജസ്സുള്ള ശരീരമുള്ളവർക്ക് അങ്ങനെയുള്ളൊരു പാർട്ട്ണറുടെ നീഡ് പോലുമില്ല. ബിക്കോസ് ദേ ആർ കംപ്ലീറ്റ് ഇൻ ദംസെൽസ്, കംപ്ലീറ്റ് ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ അവർ തങ്ങിൽ തന്നെ പൂർണ്ണരാണ്. അതുകൊണ്ട് തന്നെ ദേ ഡോണ്ട് നീഡ് എനി പാർട്ട്ണർഷിപ്പ്. അപ്പോൾ കർത്താവ് പറയാണ് പുനരുത്ഥാനത്തിൽ അവരെ ദൂതന്മാരെ പോലെയാണ്. എബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം എന്ന് കർത്താവ് പറയുമ്പോൾ സദൂക്യരോട് ചോദിക്കുകയാണ്, അവർ പുനരുത്ഥാനം ഇല്ലെന്നാണല്ലോ പറയുന്നത്. എന്തുകൊണ്ടാണ് ദൈവം അങ്ങനെ പറയുന്നത്? എബ്രഹാം മരിച്ചുപോയി, ഇസ്ഹാക്ക് മരിച്ചുപോയി, യാക്കോബ് മരിച്ചുപോയി. എത്രയോ വർഷങ്ങൾക്ക് ശേഷം ദൈവം പറയുകയാണ് എബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം എന്ന് പറയുമ്പം കർത്താവ് എന്താ പറയുന്നത്? മരിച്ചുപോയവരുടെ ദൈവമായിട്ടാണോ പറയുന്നത്? അല്ല, ജീവനുള്ളവരുടെ ദൈവമായിട്ടാണ് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എബ്രഹാമും ഇസ്ഹാക്കും യാക്കോബും ഒന്നും ജീവനില്ലാത്തവരല്ല, അവരിപ്പോഴും ജീവനുള്ളവരാണ് എന്ന് കർത്താവ് പറയുന്നു. കാരണം അങ്ങനെ ആണെങ്കിൽ മാത്രമേ പിതാവിന് ഞാൻ അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം എന്ന് പറയുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ കർത്താവോട് പറഞ്ഞു വരുന്നത് പുനരുത്ഥാനം എന്ന് പറയുന്നത് നമ്മൾ നോക്കിയിരിക്കേണ്ട, കാത്തിരിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. ദാറ്റ് ഈസ് നോട്ട് അബൌട്ട് ഹെഡോണിസ്റ്റിക് എൻജോയ്മെൻറ്റ്, ദാറ്റ്സ് അബൌട്ട് എൻജോയിങ് ക്രൈസ്റ്റ്. അവിടെ നമ്മൾ നമ്മുടെ നീതി കൊണ്ട് ചെല്ലാൻ പറ്റത്തില്ല, അവിടെ നമ്മൾ കാഴ്ച വസ്തുക്കൾ കൊണ്ട് ചെല്ലാൻ പറ്റത്തില്ല, കൈസർക്ക് കൊടുക്കേണ്ട നാണയങ്ങൾ കൊണ്ട് ചെല്ലാൻ സാധിക്കില്ല, നമ്മൾ നമ്മുടെ പഴയ വസ്ത്രങ്ങൾ കൊണ്ട് ചെല്ലാൻ സാധിക്കില്ല. നമ്മുടെ നീതി വസ്ത്രം എത്ര മനോഹരമായി നമുക്ക് തോന്നിയാൽ അതുകൊണ്ട് ഒന്നും കഴിയില്ല. അവിടെ ക്രിസ്തുവിൽ മാത്രമാണ് അവിടെ പ്രവേശനമുള്ളത്. ക്രിസ്തുവിലുള്ള തൃപ്തിയാണ്. ജീസസ് ക്രൈസ്റ്റ് ഇസ് ദ സെൻറ്റർ ഓഫ് എവറിത്തിങ്. അതാണ് നമ്മുടെ ലൈഫ്. ഈ ലോകത്ത് നമ്മളെ വയ്ക്കുമ്പോൾ നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ സ്വപ്നം, ഇൻ ക്രൈസ്റ്റ് ഐ ആം പെർഫെക്റ്റ്ലി സാറ്റിസ്ഫൈഡ്. കർത്താവെ, ഇതിന് ഞാൻ പൂർണ്ണ തൃപ്തനായിരിക്കുന്നു, ഇതിന് വെളിയിലുള്ള ഒന്നും ഞാൻ അന്വേഷിക്കുന്നില്ല. ഐ ആം കംപ്ലീറ്റ് ഇൻ യു, ഐ ആം കംപ്ലീറ്റഡ് ഇൻ യു. നിന്നിൽ ഞാൻ പൂർണ്ണ തൃപ്തനായിരിക്കുന്നു. ഇതാണ് പുതിയ നിയമത്തിലെ വീണ്ടെടുപ്പിൻ്റെ പ്രത്യേകത. അവിടെ നമ്മൾ വേറൊന്നും അന്വേഷിക്കുന്നില്ല. ഇതാണ് കർത്താവ് സദൂക്യരോട് പറയുന്നത്. ഈ സദൂക്യരോട് സംസാരിച്ച ആ ഒരു വാക്കിലൂടെ കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത് അവൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കാനും ആ നിത്യജീവൻ്റെ ആനന്ദത്തിൽ ക്രിസ്തുവിൽ മാത്രം നമ്മൾ പൂർണ്ണ തൃപ്തരാകുന്ന ആത്മീയ അനുഭവത്തിലേക്ക് നടക്കുവാനുമാണ്. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, ഞങ്ങളുടെ വെളിയിലുള്ള കണ്ണുകൊണ്ട് കാണാത്ത ഉൾക്കാഴ്ചകളെ കർത്താവിടുത്തെ ആത്മാവിനാൽ നൽകി ഞങ്ങളെ അങ്ങയുടെ ഏകാഗ്രതയുള്ളവരാക്കി, അങ്ങയിൽ തൃപ്തിയുള്ളവരാക്കി, അങ്ങയുടെ വിശുദ്ധീകരണത്തിലൂടെ ഞങ്ങളെ നടത്തണമേ. അവിടെ ഞങ്ങൾക്ക് കർത്താവും രക്ഷിതാവും ഞങ്ങളുടെ എല്ലാമാകുന്ന ആ ഒരു പെർഫെക്ഷനിലേക്ക് ദൈവമേ അവിടെ ഞങ്ങളെ കൊണ്ടുപോകണമേ. നന്ദിയോടെ സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.